പ്രസിഡന്റ് അതെ അതെ അതെ. അല്ല, നാളത്തെ ഈ റോഡ് പുരോഗത്തിന് എനിക്ക് വരാൻ പറ്റൂല കേട്ടോ. ആ പിന്നെ പോലീസ് ലാത്തി ചാർജ് നടന്ന് നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറ്റണമെങ്കിൽ എൻ്റെ പേരൂടെ കൊടുത്തോളണം പത്രത്തിൽ കേട്ടോ. ഞാൻ ഏതാണ്ട് ആ കണ്ടീഷനിലൊക്കെയാ. ആ ആ ഓ ഏയ് അതിൽ അടുത്തതിന് ഞാൻ ഉറപ്പായിട്ട് കളിക്കാൻ പ്രസിഡന്റാണ് വിളിച്ച് പാർട്ടി ഉണ്ട്, ഓഞ്ഞ പാർട്ടി. എന്നെ എന്ത് വേണേലും പറയാം, പക്ഷെ എന്റെ പാർട്ടി എല്ലാം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടല്ലോ. ഇനി എന്നോട് ചോദിക്കാതെ ഈ ഫോൺ എങ്ങനെ കൈകൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തമാശ കളിക്കണം. സീരിയസ് ആയിട്ട് തമാശ. പാർട്ടിയുടെ ഗൗരവം നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. നിങ്ങൾ എന്താ ക്ലീറ്റോ ഇങ്ങനെ? എന്ത് ചെയ്താലും അത് അബദ്ധം. എന്ത് ചെയ്താലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. നിന്നോട് ഞാൻ നല്ലവണ്ണം പറഞ്ഞു ഈ വണ്ടി എടുത്തു കൊടുക്കാൻ ഞാൻ പോകൂലെന്ന്. കേട്ടില്ലല്ലോ, എന്നെ നിർബന്ധിച്ച നീയല്ലേ. നിങ്ങൾ നിർബന്ധിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ട വണ്ടി എടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്ത് വണ്ടിയാ എടുത്തത്? നിന്റെ ആങ്ങളൊക്കെ ഓടിക്കാൻ അറിഞ്ഞോളാൻ അത് പറഞ്ഞാൽ മതി. അയ്യാ, നിങ്ങൾ ഓടിച്ചിട്ട് എന്തായി? അത് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ കംപ്ലൈന്റ്? അതിന്റെ ബ്രേക്കിന്റെ ഒരു നട്ട് പോയിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല. കഷ്ടമാണ് കേട്ടോ. നിങ്ങളെപ്പറ്റി എന്തൊക്കെയാ ഞാൻ അവരോട് പറഞ്ഞെന്നറിയോ? അങ്ങനെയെങ്കിലും നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം മാറട്ടെ എന്ന് വിചാരിച്ചത് അതിലും വലിയ കുരിശായി. എൻ്റെ ദൈവമേ, ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്, ഇവിടെ നോക്കാൻ. നീ പറയാങ്ങോട്ട്. മനുഷ്യനെ പോലെ ഇതിനകത്ത് അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരിക്കാമോ? ചെലവിന് ഞാൻ തന്നോളാം. അത്ര ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ പറ്റുമോ? വണ്ടിക്ക് കിട്ടിയത് 1000 രൂപ, ആശുപത്രിയിൽ ചിലവായത് 3000 രൂപ. ഇതേപോലെ ഒരു 10 കച്ചവടം നടന്നാൽ മതി മാസത്തിൽ. ഞാനും മോളും വഴിയാധാരാവും. നിന്റെ ആങ്ങളൊക്കൊന്നും സംഭവിച്ചില്ലല്ലോ? അയ്യോ, അങ്ങനെ സമാധാനിക്കാൻ മതി. എന്റെ ആങ്ങളെനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ ഒരു ഓഞ്ഞ പാർട്ടീനെ നോക്കാനായിട്ട്. പാർട്ടി എന്ന് പറഞ്ഞിങ്ങനെ നടന്നോ? നിന്റെ ഞാനേ പാർട്ടീനെ പറഞ്ഞപ്പോ അങ്ങ് കൊണ്ടു. നിങ്ങളുടെ കയ്യിൽ ഊന്നി എഴുന്നേറ്റ്. അത് ഞാൻ കണ്ടില്ല. വേണമെങ്കിൽ എഴുന്നേറ്റ് വാ, മോങ്ങാതെ കഞ്ഞി കുടിക്കണമെങ്കിൽ. കഞ്ഞി നിന്റെ തന്തയ്ക്കൊണ്ട് കൊറേ കഞ്ഞി. അച്ഛാ, ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് ഓഫീസിൽ പോവുകയാണ്. അനുഗ്രഹിക്കണം, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത്. ഇല്ലെങ്കിൽ അച്ഛനാണോ ഏട്ടനെ ബുദ്ധിമുട്ടിക്കാറ്? രാഹുവിനൊന്ന് ഇറങ്ങാം, വാളിയാ. വേഗം ഒന്ന് വാ. നിക്ക് ആദ്യം അളിയൻ കയറി വണ്ടിയിൽ ഇരിക്കട്ടെ. കയറിക്കോ. നൂത്ത് പിടിച്ചാളിയാ, വണ്ടി നൂത്ത് പിടിച്ച. ജമന്തി ഒരു കാര്യം ചെയ്യ്, ഒരു വെറ്റ വെച്ചിട്ട് ആ ടയറിന്റെ അടിയിൽ ആ നാരങ്ങ അങ്ങോട്ട് കയറ്റി വെക്ക്. അത് ചേർത്ത് വെക്കണം ടയറിൽ. ചേർത്തിട്ട് കേട്ടാ. ഇനി അതും എടുത്ത് അതങ്ങ ഈ പുറകത്തെ ടയറിന്റെ അടിയിലോട്ട് വെച്ചേ, അതുപോലെ കയറ്റി അങ്ങോട്ട് വെക്ക്. പിന്നെ അളിയാ, ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോണേന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. പുറകിൽ ഞാനില്ല. അങ്ങനെയൊന്നും പറയണ്ട, ഏട്ടൻ പഠിച്ചു. എല്ലാം കൂടെ കത്തിക്കണ്ട അമ്മ, ഒരെണ്ണം മതിയല്ലോ. ചുമ്മാ തടസ്സം പറയല്ലേ. എന്തിനിങ്ങനെ വിശക്കണം അതിന്? ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒഴിഞ്ഞെടുത്ത അമ്മേ. വിഘ്നേശ്വര, വിഘ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അമ്മേ, മഹാമായേ ദേവി. വണ്ടിയിലോട്ട് അതുപോലെ ഒന്ന് ഇത് തൊട്ടിട്ടോ വണ്ടിയിൽ. പുറകിലും കൂടി വെച്ചോ. അവിടെ ഇവിടെ തിരുവന്ന് ഫോൺ ചെയ്യലേ. നാരങ്ങ പൊട്ടണം കേട്ടാ, അതിലാണ് ദോഷങ്ങളെല്ലാം മാറാൻ പോകുന്നത്. അപ്പൊ ശരി അമ്മേ, അടിച്ചോ. ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചോണം. അയ്യോ, നിക്ക്, ഹെൽമെറ്റ് എവിടെ? പുറകിന്ന് വിളിക്കല്ലേ, മറക്കരുത് എന്റെ കനക. നീ നല്ല ചടങ്ങ് നടക്കുമ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു അവൻ്റെ യാത്രയാക്ക്. ഇത് മാറ്റി വേറെ മേടിക്കണം കേട്ടാളിയാ. ഇത് വിമിഷ്ടം തോന്നുന്നുണ്ടല്ലേ? വിമിഷ്ടം തോന്നുന്നുണ്ടല്ലേ? അതുണ്ടാവും. നാരങ്ങ പൊട്ടണം. പെട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അടിച്ചോ. ഓ, സാരമില്ല. ഇതിലാരാ? കനകൻ. കനകൻ ഞാനാണ് സാർ. ഇത് എവിടെ നിന്നാ വണ്ടി എടുത്തേ? വണ്ടി എൻ്റെ അളിയൻ എടുത്തു തന്നാണ്. ആരാ നിന്റെ അളിയൻ? അളിയുണ്ട്. നീയാണോടാ അളിയൻ?
എവിടെ നിന്നാടാ വണ്ടി എടുത്തേ? സാറേ ഇത് ഞാൻ ബ്രോക്കറാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ബ്രോക്കറുണ്ട്, രവീന്ദ്രൻ. രവീന്ദ്രൻ്റെ ഒരു പരിചയക്കാരൻ്റെ കയ്യിൽ നിന്ന് എടുത്തതാണ്. ആൾ ഗൾഫിൽ പോകും, അത്യാവശ്യമായിട്ട് നിന്നുകൊണ്ട് ഞങ്ങളിത് മേടിച്ചതാണ്. ഇതിന് ബുക്ക് പേപ്പർ കൊണ്ടോടാ? ഉണ്ട് സാർ. എടുത്തോണ്ടാ പോയി. അത് പേര് മാറാൻ കൊടുത്തേക്കാണ്. ഈ വണ്ടി തന്നോ നിനക്ക് അറിയാമോടാ? എന്തുവാടാ കിടന്ന് ഉരുളുന്നേ? ഈ വണ്ടി തന്നോ നിനക്ക് അറിയാമോന്നാണ് ചോദിച്ചത്. എനിക്ക് കണ്ടറിയാം സാർ. ആ അവനെ എടുത്തോ. ഇവൻ ആരാ നിനക്കറിയാമോ? ഇവ അന്തർസംസ്ഥാന ബൈക്ക് മോഷ്ടാവാ. സാറേ സത്യമായിട്ട് എനിക്കവനറിയില്ല. എനിക്കറിയാം സാറേ. ഈ വണ്ടി നീ എവിടെ നിന്നാണ് എടുത്തേ? ഇത് KL 19 പാർസൽ ഉണ്ടല്ലോ, ഏതെങ്കിലും 5 10 കുറച്ച് വരുമ്പോഴത്തേക്ക് വണ്ടി ചാടിക്കയറി എടുത്താൽ ഇങ്ങനെ ഇരിക്കും. അതിന് കേസുണ്ടോ, വഴക്കുണ്ടോ, ബുക്കുണ്ടോ, പേപ്പറുണ്ടോ ഒന്നും അന്വേഷിക്കൂല. എന്നിട്ട് ബാക്കിയെല്ലാം പോലീസുകാരുടെ തലയിൽ. സാറേ ഞാനിത് ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ആ കടയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ വണ്ടി ഞങ്ങൾ കൊണ്ടുപോവാണ്. രണ്ടെണ്ണോ വന്ന് വണ്ടി കയറി ഓ. അയ്യോ സാറേ, എടുത്താകത്തിട്ട് സാറേ അപ്പൊ ഈ ബൈക്കിന്റെ പൈസ അത് തന്നോടാ ഞാൻ. അന്ന് വണ്ടി കയറാ. ഈ വണ്ടി എടു. എന്തോടാ നിന്ന് അറമ്പാതിരിക്കുന്നേ? ഏടാ ആ